ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ കോഴിക്കൃഷി കോഴീനൊക്കെ വാങ്ങിച്ച് പരാജയപ്പെട്ട ആൾക്കാരുണ്ടാവും. എത്ര കോഴീനെ വാങ്ങിച്ചാലും ശരിയാവാതെ അസുഖം വന്ന് ചാവുക, കോഴി മെച്ചപ്പെടാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. കാരണം ഞങ്ങളും അങ്ങനെ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. എത്ര കോഴീനെ വാങ്ങിച്ചാലും അതൊന്നും മെച്ചപ്പെടാതെ എന്താ പറയുക ഒക്കെ ചാവുക. കോഴിക്കൃഷി കണ്ട് തീരെ കോഴി ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ഇപ്പം എങ്ങനെയാണ് ഇങ്ങനെ കോഴികളൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പം ഞങ്ങൾ ഈ നാടൻ കോഴീനെ ഞങ്ങൾ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കോഴിയിലാണ് തുടങ്ങിയത്. ആദ്യം ഒരു ഒറ്റ കോഴി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് കുറേ മറ്റേ കോഴി ഉണ്ടല്ലോ, ഈ ഗ്രാമശ്രീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഴി, ഈ നാടനല്ലാത്ത കോഴികൾ, അവർ തന്നെ ഞങ്ങൾ കുറേ ഞങ്ങൾ വാങ്ങിച്ചിട്ടും വളർത്തിയിട്ടുണ്ട്. പിന്നെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, എന്ന പോലെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് 10 കോഴിയൊക്കെ എന്നും ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ കുറേ കഴിഞ്ഞപ്പോൾ അസുഖം വന്നിട്ട് ചത്ത്. അവർ മുട്ടയൊക്കെ ഇട്ടിരുന്നു. പക്ഷേ അവർക്ക് ശരീരത്തിന് വേണ്ട സംരക്ഷണമൊന്നും ഞങ്ങൾ കൊടുത്തിരുന്നില്ല. ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല കൊടുക്കാൻ. അപ്പോൾ അതൊന്നും ചെയ്യാത്തത് കൊണ്ടായിരിക്കും രാവിലെ കോഴീനെ വിടും, തിന്നാട്ട് കൊടുക്കും. പിന്നെ ബാക്കി വരുന്ന വേസ്റ്റൊക്കെ പറമ്പിലിട്ട് കൊടുക്കും, വൈകുന്നേരം കൂട്ടിലാക്കും. അങ്ങനെ അവർ ചിലപ്പോൾ മുട്ട ഇടും, ചിലപ്പോൾ മുട്ട ഇടില്ല, അങ്ങനെയായിരുന്നു. പക്ഷേ അവർക്ക് വിരട മരുന്ന് കൊടുക്കുക, അവർക്ക് തിന്നണം. ആ തിന്നണതിനനുസരിച്ചുള്ള മുടുകയൊന്നും അവർ ഇട്ടിരുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ട സംരക്ഷണം ഒന്നും കൊടുക്കാത്തത് കൊണ്ടായിരിക്കും കുറേ കഴിഞ്ഞപ്പോൾ ഓരോരുത്തരൊക്കെ തൂക്കം പിടിച്ച് ചാവൽ തുടങ്ങി. അങ്ങനെ ഇട്ട് തീരെ കോഴിക്കൃഷി ശരിയാവാതെ പിന്നെ ഞങ്ങൾ പിന്നെയും കൊടുന്നാക്കും, അതും ചാവും. പിന്നെ അതൊക്കെ പോയിട്ട് പിന്നെ നാടൻ കോഴീനെ അന്വേഷിച്ച് നടക്കൽ തുടങ്ങി. അങ്ങനെ നാടൻ കോഴീനെയും കൊടുന്നാക്കി, അതും ശരിയാവണില്ല. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴൊക്കെ ഇതൊക്കെ പിന്നെ മനസ്സിലായി തുടങ്ങി. ഇവർക്ക് വേണ്ട മരുന്നുകളും ശരീരത്തിന് വേണ്ട മരുന്നുകളൊക്കെ ഇവർക്ക് കൊടുത്താൽ തന്നെയാണ് കോഴികളൊക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് മനസ്സിലായി തുടങ്ങി. അപ്പോഴേക്ക് ഫോണും യൂട്യൂബും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ ഡോക്ടറോട് ഒക്കെ ഇവിടെ ആടിനെയൊക്കെ നോക്കാൻ ഡോക്ടർമാർ വരുമ്പോൾ അവരോട് ചോദിക്കും, കോഴി ഇങ്ങനെ തൂക്കം പിടിച്ച് ചാവുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർമാരും പറയും അവർക്ക് വിറ്റാമിൻ്റെ കുറവും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. അവർ പിന്നെ മരുന്നാണ് തരിക. ഡോക്ടർ വിറ്റാമിൻ്റെ മരുന്നാണല്ലോ തരിക. അപ്പോൾ പിന്നെയാണ് ഈ പറമ്പിൽ തന്നെ ഉണ്ട് കോഴിക്ക് വേണ്ട വിറ്റാമിൻ്റെ മരുന്നും കാൽസ്യത്തിൻ്റെ മരുന്നും ഒക്കെ. ഒന്നും വാങ്ങിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. വിരയുടെ മരുന്നൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം ഒരു കോഴീനെ കൊടുന്ന് അതിനൊരു 2 ആഴ്ചത്തോളം പിന്നെ കൂടിൻ്റെ അവിടെ തന്നെ ഒരു ചൂടിക്കയറുമ്പോൾ കെട്ടിയിട്ട് ഒന്ന് പഴക്കം വരുന്ന വീടായിട്ടും ഒക്കെ ഒന്ന് എല്ലാവരുമായിട്ടൊന്ന് പരിചയം വരുന്നവരെ അങ്ങനെ നിർത്തി. കൊണ്ടുവന്ന പാട് വിട്ടാക്കരുത്. അപ്പോൾ അത് എവിടേക്കെങ്കിലുമൊക്കെ പോവും. കൂട്ടിലിട്ട് അടച്ചിടുകയും ചെയ്യരുത്. 2 നേരം അവരെന്നെ വിടണം പുറത്തേക്ക്. അപ്പോൾ കയറുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ എവിടേക്കും പോവില്ല, ദൂരത്തേക്കൊന്നും പോവില്ല. ഈ തിന്നാട്ട് കൊടുക്കുക. പിന്നെ തിന്നാട്ട് കൊടുക്കുമ്പോൾ അരി മാത്രം ഇട്ട് കൊടുക്കുള്ളൂ, വേറെ ഒന്നും കൊടുക്കില്ല. വെള്ളവും വെച്ച് കൊടുക്കും. ചിലപ്പോൾ മഞ്ഞൾ വെള്ളമൊക്കെ വെച്ച് കൊടുക്കലുണ്ട്, അല്ലെങ്കിൽ നല്ല ശുദ്ധമായ വെള്ളം വെച്ച് കൊടുക്കും. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഒരു 2 ആഴ്ചത്തോളം അവരെ കൂട്ടിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് വളർത്തണം. അങ്ങനെ അവർക്കൊരു ഉഷാറ് വരും. വന്ന പാടെ അവർക്കൊരു ഉഷാറ് കുറവുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ചെടിയാണെങ്കിലും പറിച്ച് കുഴിച്ചിട്ടാൽ അതൊന്നും ഉണങ്ങും, അതിന് ശേഷമല്ലേ നന്നാവുള്ളൂ. അതുപോലെ തന്നെ ഇവർ വേറൊരു കൂട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ വേറെ ആൾക്കാർ, വേറെ കൂട്, വേറെ ഭക്ഷണം ഒക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റേതായ ഒരു ഉഷാറ് കുറവുണ്ടായിരിക്കും. പിന്നെ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞാൽ അവരെയൊക്കെ എല്ലാവരും വീടൊക്കെ ആയിട്ട് ഇണങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർ ഉഷാറായിട്ട് വരും. അങ്ങനെ ഒരു മാസമൊക്കെ അങ്ങനെ തന്നെ വളർത്തുക. ഒരുപാട് കുത്തി നിറച്ച് തിന്നാൻ കൊടുക്കുകയും ചെയ്യാതെ, ഒരു കോഴിയല്ലേ ഉള്ളൂ വെച്ചിട്ട് അധികമൊന്നും കൊടുക്കാതെ ആവശ്യത്തിന് മാത്രം തിന്നാൻ കൊടുത്തിട്ട് അവരെ ഒരു മാസത്തോളം വളർത്തുക. അത് കഴിഞ്ഞിട്ട് അവർക്ക് ആദ്യം കൊടുക്കേണ്ടത് വിരയുടെ മരുന്ന് തന്നെയാണ്. വിരയുടെ മരുന്ന് കൊടുത്താൽ തന്നെ അവർക്ക് ഒരുമാതിരിപ്പെട്ട അസുഖമൊക്കെ മാറും. അപ്പോൾ ചിലപ്പോൾ അവർ തീരെ ജനിച്ചതിന് ശേഷം വിരയുടെ മരുന്ന് കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ വിരയുടെ മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞാൽ അവർ തരും. അവരെങ്ങനെയാണ് കൊടുക്കേണ്ട രീതിയൊക്കെ അവർ പറഞ്ഞു തരും. ഒരു കോഴിക്ക് എത്ര അളവ്. ഇവിടെ പിന്നെ കുറേ കോഴികളാണെങ്കിൽ ഒരു കോഴിയുടെ അളവൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ കുറേ മുന്നേ കൊടുത്തതല്ലേ, അതുകൊണ്ട് ഓർമ്മയില്ല. ഇത് ഗുളികയായിട്ടും ഉണ്ട്, സിറപ്പായിട്ടും കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് അങ്ങനെ കൊടുക്കുക. ആദ്യം അത് കൊടുക്കുക. പിന്നെ പിന്നെ ഓരോന്നായിട്ട് അവർക്കുള്ള പിന്നെ എന്താണ് പറയുക, അവർക്ക് ആവശ്യത്തിന് വേണ്ട സംരക്ഷണം കൊടുക്കുക. അതായത് കാൽസ്യക്കുറവുണ്ടെങ്കിൽ മുരിങ്ങയുടെ ഇല കൊടുക്കുക. എന്ന പോലെ മുട്ടത്തോട് കൊടുക്കും. പൊടിച്ചിട്ടിട്ടൊക്കെയാണ് എല്ലാവരും കൊടുക്കുന്നത് കണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങളിവിടെ ചോറിൽ ഞങ്ങളെ വേസ്റ്റ് ബാക്കി ഇടുന്നതിൽ മുട്ടത്തോടും കൂടി ഇട്ടിട്ട് ഒന്ന് കൈ കൊണ്ട് ഉടച്ചിട്ടാണ് കൊടുക്കൽ. ഇവിടെ അങ്ങനെ കോഴികൾ മുട്ടയുടെ തോട് കൊത്തി കുടിക്കലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത്ര നിർബന്ധമായിട്ട് അങ്ങനെ മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ വിരയുടെ മരുന്നായിട്ട് കൊടുത്താലും ഈ ഓമക്കായ, ഓമയുടെ ഇല അങ്ങനെയുള്ളതൊക്കെ എപ്പോഴും കൊടുക്കുക. പിന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോഴിക്ക് വേണ്ട എല്ലാ സംരക്ഷണവും ചെയ്യണം, എന്നാലാണ് ആ കോഴി നന്നായിട്ട് കിട്ടുള്ളൂ. പിന്നെ എന്താ പറയുക, ആ കോഴിക്ക്
വാങ്ങിച്ചിട്ടുള്ള മരുന്നുകളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കൊടുത്ത് ശീലാക്കാതെ അവർക്ക് വേണ്ട മരുന്നൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട്. വാങ്ങിച്ച് കൊടുക്കൽ ഞങ്ങളിപ്പോൾ ഇവിടെ കോഴിക്ക് വാങ്ങിച്ച് കൊടുക്കുക എന്താണ് വിരിച്ചിറങ്ങി ഒരാഴ്ചയുടെ ഉള്ളിൽ മരുന്ന് കൊടുക്കും, മൂക്കിലും വായിലും ഇറ്റിച്ച് കൊടുക്കും. പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇറ്റിച്ച് കൊടുക്കും. അങ്ങനെ മാത്രമേ ഞങ്ങൾ കോഴിക്ക് വാങ്ങിച്ചിട്ട് മരുന്ന് കൊടുക്കലുള്ളൂ. അല്ലാതെ ഞങ്ങൾ തീരെ ബാക്കി എല്ലാതും പിന്നെ അത്രയും തൂക്കമൊക്കെ വന്നെങ്കിൽ മാത്രം ഡോക്ടറോട് പറഞ്ഞിട്ട് മരുന്ന് കൊടുക്കും എന്നല്ലാതെ അതിൻ്റെ ആവശ്യം വരവില്ല. അധികം അസുഖമൊന്നും ഇവിടെ കോഴികൾക്ക് വരാറില്ല. എന്താ വെച്ചാൽ അതിന് മുന്നേ അസുഖം തൂക്കം വന്നിട്ട് ഡോക്ടറോട് പറഞ്ഞേക്കാളും നല്ലത് തൂക്കം വരുന്നേക്കാളും മുന്നേ അവർക്ക് എപ്പോഴും ആഴ്ചയിൽ ഒരു വട്ടം തന്നെയെങ്കിലും ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഒരുപാട് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടണ എല്ലാ ഇലകളും പിന്നെ ഇപ്പോൾ വെള്ളമായിട്ടാണ് കൊടുക്കണമെന്ന് വെച്ചാൽ തുളസിയും കാട്ടു തുളസിയും പിന്നെ കായ്ക്കണ വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് പച്ചമഞ്ഞൾ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് വെള്ളമായിട്ടും കൊടുക്കുക. തീറ്റയിൽ പിന്നെ ഇലകളൊക്കെ അരിഞ്ഞിടുക, മുരിങ്ങ ഇല ഈ ഓമയുടെ ഇല അങ്ങനെ ഓമക്കായ എല്ലാം അരിഞ്ഞിട്ടിട്ട് തീറ്റ അങ്ങനെയും കൊടുത്താൽ തന്നെ അവർക്ക് ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളൊക്കെ മാറി അവർ നല്ല ഉഷാറായിട്ട് വരും. പിന്നെ ഇപ്പോൾ ആ ഒരു കോഴിയല്ലേ ഉള്ളൂ, ഇത് എന്നാ ഈ കോഴി ഉണ്ടാവുക എന്നാൽ ഇതുമ്മ കൂടെ കോഴികളാവുക എന്നൊന്നും വിചാരിക്കേണ്ട. ആ കോഴി മതി. ആ ഒരു കോഴി കൊണ്ട് ഇപ്പോൾ ഞങ്ങളൊരു അനുഭവം വെച്ചിട്ട് പറയാം കേട്ടോ. ആ ഒരു കോഴി പിന്നെ ഇപ്പോൾ ആദ്യമായിട്ട് മുട്ടയിടുന്ന കോഴിയാണെങ്കിൽ ആദ്യത്തെ ട്രിപ്പ് വിരിപ്പ് വെക്കണ്ട, രണ്ടാമത്തെ ട്രിപ്പ് വിരിപ്പ് വയ്ക്കുക. ആദ്യത്തെ ട്രിപ്പ് കുഞ്ഞ് മുട്ടയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ട്രിപ്പ് വിരിപ്പ് വയ്ക്കാതെ രണ്ടാമത്തെ പ്രാവശ്യം വിരിപ്പ് വയ്ക്കുക. അപ്പോൾ വിരിപ്പ് വയ്ക്കുമ്പോൾ കുറേ മുടുകൊന്നും എടുത്ത് വെക്കാൻ നിന്നില്ല. എന്താ വെച്ചാൽ ഒരു കോഴിയുടെ മുട്ടയല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറേ ദിവസം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേടും. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുക, ഒരു 6-7 മുട്ടയെ വെക്കേണ്ടുള്ളൂ. അത് ഒരാഴ്ചത്തെ മുട്ട എടുത്ത് വയ്ക്കുക, അത് വിരിപ്പ് വയ്ക്കുക. അപ്പോൾ ചില കോഴികൾ ആദ്യമായിട്ട് വിരിപ്പ് വയ്ക്കുമ്പോൾ തീരെ ഇരിക്കില്ല. അപ്പോൾ അതിനെന്ത് വേണം, 2 ദിവസം അവരുടെ കൂടെ മെനക്കിട്ട് നിൽക്കണം. അവരെന്നെ രാവിലെ വിടണം പുറത്തേക്ക്. അത് കഴിഞ്ഞിട്ട് അവരെന്നെ പിടിച്ചിട്ട് ഈ കൊട്ടയിലാണ് ഞങ്ങളിവിടെ വിരിപ്പ് വയ്ക്കൽ. അപ്പോൾ അതിൻ്റെ മീതെ കോഴീനെ കുറച്ച് ഭാരമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പലകയൊക്കെ കയറ്റി വെച്ച് കോഴിക്ക് പുറത്തേക്ക് ചാടാൻ പറ്റാത്ത വിധത്തിൽ ഒരു ഇടുങ്ങി പിടിച്ച സ്ഥലത്തൊക്കെ വെക്കുക. അങ്ങനെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കോഴി വിരിപ്പ് വയ്ക്കുമ്പോൾ മുട്ടയിൽ ഇരിക്കാതെ കുറേ ഇടങ്ങാറായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് കോഴീനെ അങ്ങനെ 2-3 ദിവസം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോഴി ശരിയായിക്കോളും. പിന്നെ കോഴി അതിൽ അനങ്ങാതെ ഇരുന്നോളും. അങ്ങനെയാണ് ഈ കോഴീനെ വിരിപ്പ് വയ്ക്കൽ. അങ്ങനെ അവരെന്നെ ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ട്, കുറച്ച് മെനക്കെടുണ്ട്. കോഴി കൃഷി ഒന്ന് ശരിയായി വരാനിട്ടാ. ഒറ്റയടിക്കൊന്നും കോഴീനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എല്ലാതും അങ്ങനെ ഉണ്ടാവുകയൊന്നുമില്ല. കുറച്ച് മെനക്കെട് തന്നെ വേണം. പിന്നെ ആ കോഴി വിരിച്ചിറങ്ങി കഴിഞ്ഞാൽ ആ കുട്ടികളെ തന്നെ നന്നായി സംരക്ഷിക്കുക. ആ കുട്ടികൾക്ക് മൂക്കിലും വായയിലും നേരത്തെ പറഞ്ഞ പോലെ മരുന്നൊക്കെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അവർക്ക് ധാരാളം വെള്ളം കൊടുക്കുക. അവരെ തന്നെ പിന്നെ കുറച്ച് ദിവസത്തിനൊന്നും അവരെ പുറത്തേക്ക് വിടാതെ നോക്കണം, നന്നായി നോക്കണം. മഴച്ചാറിൽ കൊള്ളാതെ നോക്കണം. കോഴിക്കുട്ടികൾ തീരെ മഴ കൊള്ളരുത്, പിന്നെ അവർക്ക് തൂക്കം വരും. അങ്ങനെയൊക്കെ കുറച്ചൊരു കഷ്ടപ്പാട് ഉണ്ട് കോഴിക്കൃഷിക്ക്. എന്നാൽ തന്നെയാണ് ഇതൊന്ന് ശരിയായി കിട്ടുള്ളൂ. ഞങ്ങളുടെ ഒരു അനുഭവമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഞങ്ങൾ ഈ ഒരു രീതിയിലാണ് കോഴിക്കൃഷി ചെയ്തത്. ഇപ്പോൾ മറ്റേ കോഴിയും കോഴിമുട്ടയൊക്കെ നല്ലത് തന്നെയാണ് എന്നും ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളെ കുറേ കോഴികൾ അങ്ങനെ ചത്തുപോയി. അതിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. അന്ന് ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടായത്. എനിക്ക് തോന്നുന്നത് അന്ന് ഫോണും യൂട്യൂബും ഒന്നുമില്ല, കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ് കേട്ടോ. എൻ്റെ കണക്കിലൊരു 20 വർഷമൊക്കെ മുന്നേ ആയിരിക്കും ചിലപ്പം. അപ്പോൾ അന്ന് ഫോണൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഫോണിൽ ഇങ്ങനെ നോക്കിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ കൂടുതലും അറിവൊക്കെ കിട്ടിയത് ഇപ്പോഴാണ്. കോഴീനെ കുറിച്ചൊക്കെ അറിവ് കിട്ടിയത് ഇപ്പോഴാണ്. ഇപ്പോൾ വെച്ചാൽ കുറച്ച് കാലങ്ങളായിട്ട്, അത്ര മുന്നേ ഒന്നും അങ്ങനെ അറിവൊന്നും ഉണ്ടായിരുന്നില്ല, നോക്കുകയൊന്നും ചെയ്തിരുന്നത്. പിന്നെ ആടും കൃഷിയൊക്കെ തുടങ്ങിയപ്പോൾ ഡോക്ടർ എപ്പോഴും വീട്ടിലേക്ക് വരുമ്പോൾ ഡോക്ടറോട് പറയും ഞങ്ങൾ കോഴി ഇങ്ങനെ ചാവുകയാണെന്ന്. അപ്പോൾ അവർ തൂക്കത്തിനുള്ള മരുന്ന് തരും. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലാക്കിയിടത്തോളം തൂക്കം വരുന്നേക്കാളും മുന്നേ ഈ മരുന്നുകളൊക്കെ അവർക്ക് കൊടുക്കണം, ഈ പച്ചമരുന്നൊക്കെ കൊടുക്കണം. ഇന്നത്തെ തൂക്കം വന്ന് തൂക്കത്തിനുള്ള മരുന്ന് കൊടുത്താലൊന്നും കോഴി രക്ഷപ്പെടുന്നില്ല തീരെ. ചിലപ്പോഴൊക്കെ രക്ഷപ്പെടുള്ളൂ, അല്ലെങ്കിൽ അവർ ചാവും എന്തായാലും. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ അവർക്ക് എപ്പോഴും മരുന്നുകൾ കൊടുക്കണം, കോഴിക്ക് തൂക്കം വരാതിരിക്കാനുള്ള പിന്നെ അസുഖങ്ങൾ വരാതിരിക്കാനുള്ള ഈ വിരട മരുന്നും ഈ പച്ചമരുന്നൊക്കെ കൊടുക്കുക. പിന്നെ ഓമക്കായുടെ ഇല കൊടുത്താൽ തീരെ വരില്ല. പിന്നെ ഇനി കുറച്ച് എന്തെങ്കിലും എടുക്കണമെങ്കിൽ പോയിക്കോട്ടെ വെച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ വിരട മരുന്ന് കൂടെ കൊടുക്കുന്നത്. എന്താ വെച്ചാൽ ഇപ്പോൾ കുറേ കോഴികളുള്ളതാണ്. ഉണ്ടെങ്കിൽ കോഴികൾ മുട്ട ഇടില്ല. മുട്ട ഇല്ലെങ്കിൽ അതുകൊണ്ട് അവർ തിന്നണതൊക്കെ തിന്നുന്നാണ് പറയുക. അപ്പോൾ ശരീരത്തിൽ പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവർ മുട്ട ഇടില്ല. അപ്പോൾ പിന്നെ കുറേ കോഴികളുള്ള കാരണം ഏതാണ് ഇപ്പോൾ ഇത് മുട്ട ഇടുന്നത് ഇടാത്തതെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും കൊണ്ട് വരട മരുന്ന് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടെ ചെയ്യൽ. പിന്നെ കോഴിക്കൃഷിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, അസുഖങ്ങളുള്ള കോഴി ഉണ്ടെങ്കിൽ അവരെ തന്നെ വേഗം കൂട്ടിൽ നിന്ന് മാറ്റിയിടണം. പിന്നെ ഈ കൂട്ടത്തിൽ കൂടെ വിടരുത്, അങ്ങനെയൊക്കെ ചെയ്യണം.
ഇപ്പോൾ ചെറിയ കോഴിക്കുട്ടികളാണെങ്കിൽ അസുഖം വന്നാൽ വേറെ അറിയാം, ചിറക് ഇങ്ങനെ തൂങ്ങി നിൽക്കും. അവർ എന്നിട്ട് ഇങ്ങനെ തൂക്കം പിടിച്ച് നിൽക്കും. അപ്പോൾ തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഈ തുള്ളിമരുന്ന് അവർക്ക് ജനിച്ച ഉടനെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തീരെ തൂക്കം വരില്ല. ആദ്യമൊക്കെ കോഴിക്കുട്ടികൾ നല്ല ചത്തിയിരുന്നു ഇവിടെ. പിന്നെ അന്നൊന്നും ഈ തുള്ളിമരുന്ന് കൊടുക്കേണ്ട കാര്യം അറിയില്ല. പിന്നെയാണ് ഡോക്ടറോടൊക്കെ ചോദിച്ചിട്ട് തുള്ളിമരുന്നൊക്കെ തന്നിട്ട് അത് മൂക്കിലും പിന്നെ വായിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അവർ നല്ല ഉഷാറ് കുട്ടികളാവും. അങ്ങനത്തെ കുട്ടികളെ ഞങ്ങൾ വിൽക്കലും ഉണ്ട്. 2 ആഴ്ച പ്രായമായ കുട്ടികളെ തന്നെ മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം വിൽക്കലും ഉണ്ട്. അവർ പിന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെങ്ങനെയും ബൾബൊക്കെ ഇട്ടിട്ടാണ് തോന്നുന്നുണ്ട് ആ കോഴികൾ ഉണ്ടായി എന്നൊക്കെ പറയണ കേൾക്കാം. അങ്ങനെയൊക്കെയാണ് ചെറിയ കോഴിക്കുട്ടികളെ തന്നെ ഞങ്ങൾ വളർത്തിയെടുക്കുന്നത്. ചെറിയ കോഴിക്കുട്ടികളാകുമ്പോഴും അത് അവർക്ക് 2 മാസം കഴിഞ്ഞിട്ടാണ് വിരട മരുന്നൊക്കെ കൊടുക്കുക. പിന്നെ ഈ മരുന്നും കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല ഉഷാറ് കുട്ടികളായിട്ട് വരും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തുടക്കത്തിൽ കോഴിക്കൃഷി ഇങ്ങനെ കൊണ്ടുപോയിരുന്നത്. പിന്നെ അധികമാകുമ്പോൾ അധികം മുട്ട വയ്ക്കും. അങ്ങനെയായിട്ടാണ് ഇപ്പോൾ തോനെ കോഴിക്കൃഷി ആയത്. പിന്നെ അതിൽ ഇടയ്ക്കും തലയ്ക്കും ഓരോന്നൊക്കെ ചാവണുണ്ട് കേട്ടോ. അതിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയൊക്കെ സംരക്ഷിച്ചാലും ഇടയ്ക്കും തലയ്ക്കൊക്കെ ഓരോന്ന് ചാവണുണ്ട്. ചാവായികയൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് ഓരോന്നിനെ നായ പിടിക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ കൂടെ നിൽക്കുക തന്നെ വേണം. ഇവരെന്നെ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ഇവരുടെ ഒപ്പം തന്നെ നടക്കണം. ഇവരെന്നെ നന്നായി ശ്രദ്ധിക്കും വേണം. എന്നാൽ തന്നെയാണ് ഇത് നമ്മളൊരു ജോലിയുടെ ഒരു ഭാഗമാണ് കോഴീനെ നോക്കലൊക്കെ. അല്ലാതെ അങ്ങനെ ആയാൽ തന്നെയാണ്. അല്ലാതെ അവരുടെ പാട്ടിൽ നടക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കോഴിയുള്ളൂ അതിനെ നോക്കൊന്നും വേണ്ടാന്ന് വിചാരിച്ച് കഴിഞ്ഞാലൊന്നും ഉണ്ടാവില്ല. നല്ല ശ്രദ്ധിക്കുക തന്നെ വേണം. എന്നാൽ തന്നെയാണ് കോഴി കൃഷി നന്നാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ.